നമ്മുടെ ലാപ്ടോപ്പിന്റെ ലൈഫ് സ്പാൻ തന്നെ തീരുമാനിക്കുന്നതിൽ ഈ കൂളിംഗ് സിസ്റ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇതൊരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുന്ന വീഡിയോ അല്ല. ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വർക്ക് സ്റ്റേഷൻ ലാപ്ടോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഹാബിറ്റ് ആക്കി മാറ്റേണ്ട ഒരു കാര്യമാണ്. ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായിട്ടും ഇതുപോലെ ഒരു കൂളിംഗ് സിസ്റ്റം ഉപയോഗിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. എന്താന്ന് പറഞ്ഞുതരാം. നമ്മുടെ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എയർ കൂളിംഗ് സിസ്റ്റം ആണ്. അതിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. എത്ര ടോപ്പ് നോച്ച് ലാപ്ടോപ്പ് എടുത്താലും എയർ അകത്തേക്ക് പ്രോപ്പറായി വെന്റിലേറ്റ് ചെയ്ത് വന്നാൽ മാത്രമായിരിക്കും അത് കൂൾ ഡൗൺ ചെയ്യുക. സോ ഈ സാഹചര്യത്തിൽ നമ്മൾ ഗെയിം കളിക്കുന്നു അല്ലെങ്കിൽ വർക്ക് സ്റ്റേഷൻ പോലെ എഡിറ്റിംഗ് അല്ലെങ്കിൽ റെൻഡറിംഗ് 3D എൻകോഡിംഗ് ഡീകോഡിംഗ് പോലുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി CPU ആൻഡ് GPU ഹീറ്റ് ആവും. അത് എയർ അകത്തേക്ക് കയറിയിട്ടാണ് അതിനെ കൂൾ ഡൗൺ ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെ എളുപ്പമാക്കുന്ന ഒരു ഉപകരണം കൂടിയാണ് കൂളിംഗ് സിസ്റ്റം. ഇതുപോലെ ഒരു മൊബൈൽ സ്റ്റാൻഡ് ആയിട്ടും ലാപ്ടോപ്പ് സ്റ്റാൻഡ് ആയിട്ടും കൂടി ഇത് ഉപയോഗിക്കാം. അതിന് ഇതിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിംഗിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ എഡിറ്റിംഗ് അല്ലെങ്കിൽ വർക്ക് സ്റ്റേഷൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി പ്രൊസസർ ഹീറ്റ് ആവും. അന്നേരം ത്രോട്ടിൽ ചെയ്യാൻ തുടങ്ങും. അതിനെ കൂൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പെർഫോമൻസ് കിട്ടും. അതിന് ഇത് ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല നമ്മുടെ ലാപ്ടോപ്പിന്റെ ലൈഫ് സ്പാൻ തന്നെ തീരുമാനിക്കുന്നതിൽ ഈ കൂളിംഗ് സിസ്റ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം 3-4 വർഷമൊക്കെ സുഖമായിട്ട് പുഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പ് 2 വർഷം കഴിയുമ്പോഴത്തേക്ക് അടിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് കൂളിംഗ് സിസ്റ്റം വെച്ചുകൊണ്ട് മാത്രം യൂസ് ചെയ്യുക. ആൻഡ് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്യൂ. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവരും കൂടി അറിയട്ടെ. ഒന്ന് ഷെയർ ചെയ്തോളൂ.